മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വേദപുസ്തക പഠനത്തിലൂടെയാണ് ആത്മീയമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നത്. ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തക പഠനത്തെ സംബന്ധിച്ച് പല മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് വേദപുസ്തകം ഒരു പുസ്തകമാണ്, എന്നാൽ 66 വ്യത്യസ്ത പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇതിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്: പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. അതിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണുള്ളത്. ആകെ 66 പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങളും 40ഓളം വ്യക്തികളെ കൊണ്ടാണ് ദൈവം എഴുതി നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ 40ഓളം വ്യത്യസ്ത വ്യക്തികളെ, വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ, പരസ്പരം അറിയാത്ത, പരസ്പരം കണ്ടിട്ടില്ലാത്ത അത്തരം 40ഓളം ആളുകളെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ അവരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ദൈവം താൻ തന്നെയാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ആശയങ്ങൾക്കോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഉപദേശപരമായ വിഷയങ്ങൾക്കോ എവിടെയും പരസ്പര വൈരുദ്ധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത് പോലെ ഇത് മുഴുവൻ ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ 66 പുസ്തകങ്ങളിലായി വിശുദ്ധ വേദപുസ്തകം മനുഷ്യവർഗത്തിന് ദൈവം സമ്മാനിച്ചിരിക്കുകയാണ്. ബൈബിളിനെക്കുറിച്ച് ശ്രേഷ്ഠന്മാരായ ആളുകൾ അനേക അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ മുൻപാകെ വിളിച്ചു പറയുന്ന ചില സത്യങ്ങൾ കൂടിയാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ ഗ്രന്ഥമാണ്. സകല മനുഷ്യർക്കുമുള്ള ആലോചനകളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ദ ബൈബിൾ ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് എവർ ഗിവൺ ടു മേൻ എന്നാണ് ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മറ്റും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ചുള്ളത് നമുക്ക് മറ്റ് പല മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികളുടെ അഭിപ്രായങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പുസ്തക പഠനത്തിന് പ്രധാനമായിട്ട് 2 മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഒന്ന്, ഈ പുസ്തകങ്ങളിലെ അല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകവും, 66 പുസ്തകങ്ങൾ ഓരോന്നും എടുത്ത് വിശദമായിട്ട് ഒരു പഠനം നടത്താം. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ പുസ്തകങ്ങളാണ്. അത് ഓരോന്നും എടുത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അത് മുഴുവനായിട്ട് പഠിക്കാം. പിന്നീട് മുമ്പ് വരുമ്പോൾ ദൈവസഭയുടെ ചരിത്രം, ആദ്യ നൂറ്റാണ്ടിലെ ചരിത്രം എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമുണ്ട്. ആ പുസ്തകമെടുത്ത് നമുക്ക് വിശദമായ ഒരു പഠനം നടത്താം. അങ്ങനെ പുതിയ നിയമ പുസ്തകങ്ങളോ പഴയ നിയമ പുസ്തകങ്ങളോ ഒക്കെ, ഏറ്റവും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം, ഇതൊക്കെ നമുക്കെടുത്ത് ആ പുസ്തകത്തെ നമുക്ക് വിശദമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. അത് പശ്ചാത്തലത്തിൽ എഴുതി, അത് ആരെ കൊണ്ട് ദൈവം എഴുതിച്ചു, അതിനകത്തെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഓരോ പുസ്തകവും വ്യത്യസ്തമായി പഠിക്കുവാൻ മതിയാകുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. എന്നാൽ വേദപുസ്തക പഠനത്തിലെ മറ്റൊരു പ്രധാന രീതി എന്ന് പറയുന്നത് വ്യത്യസ്ത വിഷയങ്ങൾ എടുത്ത് അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും വിശദമായ ഒരു പഠനം നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പഠനത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു വശം. എന്ന് പറഞ്ഞാൽ, മനുഷ്യനോട് ബന്ധപ്പെട്ട നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനെ കുറിച്ച് എന്ത് ഈ വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ തുടക്കം, മനുഷ്യന്റെ സൃഷ്ടി, മനുഷ്യന്റെ പുരോഗതി, മനുഷ്യന് സംഭവിച്ച വീഴ്ച, അതിനുള്ള പരിഹാരം, മനുഷ്യൻ എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഈ പുസ്തകത്തിലെ വിശദീകരണങ്ങൾ നമുക്ക് അതിന് മറുപടി നൽകുന്നുണ്ട്. അങ്ങനെയുള്ള മരണം,
ആ ഒരു വിഷയത്തെക്കുറിച്ച് ഈ പുസ്തകത്തിലൂടെ പഠിക്കാം. രക്ഷ എന്ന പ്രത്യേക വിഷയത്തെക്കുറിച്ച് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാം. അതുപോലെ ഉപദേശപരമായ വിഷയങ്ങൾ, സ്നാനമെന്നോ ഒക്കെ പറയുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എടുത്ത് നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആ വിഷയങ്ങളെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ള ഓരോ ഭാഗങ്ങളും എടുത്ത് അതിലൂടെ വിശദമായ ഒരു പഠനമാണ് സാധിക്കുന്നത്. നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനത്തിനും നാം ആധാരമായിട്ട് ഒരു പ്രത്യേക വിഷയമാണ് എടുത്തിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ചും വേദപുസ്തകം ആദിയോടന്തം വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ദൈവം, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ഏക ദൈവമാണ്, ഏക സത്യദൈവം എന്നാണ് ദൈവത്തിൽ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സത്യ ദൈവത്തിൽ വ്യക്തങ്ങളുള്ളതായും പഠിപ്പിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള ഉപദേശ വിഷയങ്ങളെ പഠിക്കുവാനും ദൈവശാസ്ത്ര പഠനത്തിൽ അതിനെയും ഒരു 10 വിഭജിച്ചിട്ടുണ്ട്. തിയോളജി എന്ന മെയിൻ ഹെഡിങ് അതിനുപയോഗിക്കും എങ്കിലും അതിൻ്റെ ഉപവിഭാഗങ്ങളിലായി 10 അതിനെ വിഭജിച്ച് പ്രധാന ദൈവശാസ്ത്രം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇതിൽ ആദ്യത്തേതാണ് ദൈവത്തിലുള്ള ഒരു പഠനം, ദൈവശാസ്ത്രം, തിയോളജി പ്രോപ്പർ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പഠനം, ക്രിസ്റ്റോളജി അഥവാ ക്രിസ്തുശാസ്ത്രം എന്ന് അതിനെ വിശേഷിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം, അതിന് ന്യൂമറ്റോളജി എന്നാണ് പറഞ്ഞത്. പരിശുദ്ധാത്മശാസ്ത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകം എന്ന് പറയുന്നു, വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഈ വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനം വേദശാസ്ത്രം അഥവാ ബിബ്ലിയോളജി എന്നാണ് അതിനെ പറയുന്നത്. വേറെയും മനുഷ്യനെ കുറിച്ചുള്ള പഠനമുണ്ട്, അതിനെ മനുഷ്യശാസ്ത്രം അല്ലെങ്കിൽ നരവംശ ശാസ്ത്രം, ആന്ത്രോപോളജി എന്ന് പറയുവാൻ കഴിയും. പാപമയം, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ പ്രതിവിധി എന്നിങ്ങനെ പാപത്തെക്കുറിച്ചുള്ള ഒരു പഠനം, പാപശാസ്ത്രം അഥവാ ഹമർഷിയോളജി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് തിരുവെഴുത്തിലൂടെ പഠിക്കാൻ കഴിയും. രക്ഷാതത്വശാസ്ത്രം എന്ന് പറയും, അഥവാ സൊറ്റിയോളജി എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. ദൈവസഭയെക്കുറിച്ച് ഒരു പഠനം, സഭാ തത്വശാസ്ത്രം, എക്ലീസിയോളജി എന്ന് പറയും. ദൂതന്മാരെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. ദൂതന്മാർ, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ പ്രവൃത്തി എന്നിങ്ങനെ ദൂതന്മാരെ കുറിച്ചുള്ള പഠനം, ദൂതശാസ്ത്രം, അതിനെ ഏഞ്ചലോളജി എന്ന് പറയും. പിന്നീട് ഭാവി കാലത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനം, വേദപുസ്തകം ഭാവികാല സംഭവങ്ങൾ പ്രവചന രൂപത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുള്ള പുസ്തകമാണല്ലോ. അങ്ങനെ ഭാവി കാലത്തെക്കുറിച്ചുള്ള, മനുഷ്യന്റെ ഭാവി, ലോകത്തിന്റെ ഭാവി, യേശുക്രിസ്തുവിന്റെ ഭാവി, ഇങ്ങനെ ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം വേദപുസ്തകം നമുക്ക് ലഭിക്കും. അതിനെ ഭാവികാല ശാസ്ത്രം എന്ന് പറയാം, എസ്കറ്റോളജി എന്ന് പറയും. ഇങ്ങനെ ദൈവശാസ്ത്ര പഠനത്തെ പ്രധാനമായിട്ട് നമുക്ക് 10 വിഭജിക്കാം. ഞാൻ ആ പേരുകൾ ഒന്ന് പറയട്ടെ. തിയോളജി അഥവാ ദൈവശാസ്ത്രം, ക്രിസ്റ്റോളജി ക്രിസ്തുശാസ്ത്രം, ന്യൂമറ്റോളജി പരിശുദ്ധാത്മശാസ്ത്രം, ബിബ്ലിയോളജി വേദശാസ്ത്രം, ആന്ത്രോപോളജി മനുഷ്യശാസ്ത്രം അല്ലെങ്കിൽ നരവംശ ശാസ്ത്രം, ഹമർഷിയോളജി പാപശാസ്ത്രം, പാപത്തെക്കുറിച്ചുള്ള ഒരു പഠനം, സൊറ്റീരിയോളജി രക്ഷ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം, എക്ലീസിയോളജി സഭ എന്ന വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ പഠനം, ഏഞ്ചലോളജി ദൂതന്മാരെ കുറിച്ചുള്ള പഠനം, എസ്കറ്റോളജി അത് ഭാവികാല ശാസ്ത്രപരമായ പഠനം. ഇങ്ങനെ ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവശാസ്ത്രം എന്ന വിഷയത്തെ 10 വിഭജിച്ച് വിശദമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ഈ 10 വിഭജനമൊക്കെ നൽകിയിരിക്കുന്നത് പഠിപ്പിക്കുന്നതിനും സഹായകരമായ നിലയിൽ നടത്തിയിട്ടുള്ള ഒരു വിഭജനമാണ്. ആ വിഭജനത്തിലൂടെ, ഈ പുസ്തകത്തിലൂടെ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വളരെ എളുപ്പമാണ്, വളരെ സഹായകരമായ വിഭജനം കൂടിയാണ്. ഇതുകൂടാതെ മറ്റും അനേക വിഷയങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് എടുത്ത് പഠിക്കുവാനായിട്ട് കഴിയും. ചില വ്യക്തികളെ എടുത്ത് അവരുടെ ജീവചരിത്രം, അതിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അതിലൂടെ ദൈവം നമ്മോട് എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ ഈ നിലയിലുള്ള ഏതു പഠനം നമ്മൾ എടുത്താലും അതിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും ദൈവത്തിൻ്റെ ഗുണങ്ങളും വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതും ഈ പഠനത്തിലെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. നാം ഇതിൽ മുൻപോട്ട് ചില ക്ലാസ്സുകളിലൂടെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മശാസ്ത്രം എന്ന് അതിനെ പറയും.
അല്ലെങ്കിൽ സാധാരണ വേദ പഠനത്തിൽ അതിനുപയോഗിക്കുന്ന വാക്ക് ന്യൂമറ്റോളജി എന്നാണ്. ന്യൂമ എന്നത് ആത്മാവ് എന്നതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കാണ്. ന്യൂമ എബ്രായ ഭാഷയിൽ റൂഹ് എന്ന പദമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പദങ്ങളിൽ നിന്നാണ് ആത്മാവ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. മലയാള പരിഭാഷയിൽ നമ്മൾ ഈ രണ്ട് ഭാഷകളിലെ പദങ്ങൾ ഞാനൊന്ന് എടുത്തു പറഞ്ഞത്, വിശുദ്ധ വേദപുസ്തകം പ്രധാനമായും എഴുതപ്പെട്ടത് ഈ രണ്ട് ഭാഷകളിലാണ്. പഴയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം ഭാഷയിലാണ്. അതുകൊണ്ട് ഈ ആത്മാവ് എന്ന വാക്കിന് ഈ രണ്ട് ഭാഷയിലും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് എഴുതപ്പെട്ട മൂലഭാഷയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് എബ്രായ ഭാഷയിലേത് റൂഹ്, ഗ്രീക്ക് ഭാഷയിലേത് ന്യൂമ എന്നുള്ളത്. ഈ പരിശുദ്ധാത്മാവ് ആത്മാവ് എന്ന് മാത്രമല്ല, ആവർത്തിച്ച് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ഒരു വാക്കാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റു പല പദങ്ങൾ, പല വാക്കുകൾ ഈ വിഷയത്തിന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് തന്നെയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിലൂടെ ഇംഗ്ലീഷിൽ നാം അതിന് പറയുന്നത് ഹോളി സ്പിരിറ്റ് എന്നാണ്. ഹോളി എന്ന വാക്ക്, ആ വാക്ക് തന്നെ ഈ സ്പിരിറ്റിൻ്റെ, ഈ ആത്മാവിൻ്റെ സ്വഭാവ സവിശേഷത വെളിപ്പെടുത്തുന്നതാണ്. ഈ ആത്മാവിൻ്റെ സ്വഭാവം എങ്ങനത്തതാ? ഇത് എങ്ങനെയുള്ള ആത്മാവാണ്? ഇത് ഹോളി സ്പിരിറ്റ് ആണ്, അഥവാ ഇത് പരിശുദ്ധ ആത്മാവാണ്. ആത്മാവിൻ്റെ വിശുദ്ധി എന്ന സ്വഭാവത്തെ ഈ പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സവിശേഷതയായിട്ട് ഇരിക്കുന്നു. ഇനി ഈ വിഷയത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് ക്രിസ്തീയ സഭാ വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ ഏറ്റവും ആശയക്കുഴപ്പം പിടിച്ച ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധാരണയിലും അറിവിലും പഠിപ്പിക്കലുകളിലും വ്യത്യസ്തതകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പഠിപ്പിക്കലുകളും ഉള്ളതുകൊണ്ട് ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ ചില അഭിപ്രായ രീതികളുമുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരുന്ന പല പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെയും പലരും കാണുന്നത് വ്യത്യസ്തമായ നിലകളിലാണ്. ഒന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ വിഷയം പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പുസ്തകത്തെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് വേദപുസ്തകത്തിൽ ആദ്യോടന്തം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേവലം ഏതെങ്കിലും ചില പ്രത്യേക ഭാഗത്ത് മാത്രം ചുരുക്കം ചില സൂചനകളല്ല ഈ വിഷയത്തിന് തന്നിട്ടുള്ളത്. വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ട് നാം വെളിപ്പാട് പുസ്തകമാണ് കാണുന്നത്. ആ വെളിപ്പാട് പുസ്തകത്തിൽ അനേക പ്രാവശ്യം ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം കാണുന്നുണ്ട്. 22 അധ്യായങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. അതിൽ 22-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യം, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വരെ 66 പുസ്തകങ്ങളിലായി നീണ്ടു കിടക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ പഠിക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും നാം പരതി നോക്കേണ്ടതായിട്ട് വരും. എല്ലാ പുസ്തകങ്ങളിലൂടെയും ഈ വിഷയത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിശദമായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളും
വിശദീകരണങ്ങളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിന് നാം വേദപുസ്തകം മുഴുവനായും ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ നാം വിശുദ്ധ വേദപുസ്തകം ആണ് ഈ പഠനത്തിന് പൂർണ്ണമായി ആശ്രയിക്കുന്നത്. വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളത് നാം ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഈ വിഷയ സംബന്ധിയായ ശരിയായ ഒരു രൂപരേഖ, ഒരു ധാരണ നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് ആ വിഷയത്തോട് നമുക്ക് പ്രതികരിക്കുവാനും കഴിയും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പഠനം ആ നിലയിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരണം. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആലോചനകളും വേദഭാഗങ്ങളും ഒക്കെ ബൈബിൾ എടുത്ത് ഒന്ന് ശരിയാണോ, അങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കുകയും പിന്നീട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് സ്വയമായ ഒരു പഠനത്തിന് മുതിരുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും വേദപുസ്തകത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ഒരറിവ്, ശരിയായ ഒരു വിശ്വാസം നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് പരിശുദ്ധാത്മാവിനോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും നമുക്ക് പ്രതികരിക്കുവാനും കഴിയും. ആ നിലയിൽ നമ്മുടെ ജീവിതം ആകമാനം അനുഗ്രഹകരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി പരിശുദ്ധാത്മാവ് എന്നാണല്ലോ ഈ വിഷയത്തിൻ്റെ പേര് നാം പറഞ്ഞത്, പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമെട്രോളജി. പരിശുദ്ധാത്മാവ് എന്ന വാക്ക് വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലാണ് ഈ വാക്ക് കൂടെ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവ് എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എന്നൊരു ചിന്ത വരും. എന്നാൽ വേദപുസ്തകത്തിൽ ആത്മാവ് എന്ന് കാണുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ് എന്ന് നാം ചിന്തിക്കരുത്. പ്രധാനമായിട്ട് 3 വിധത്തിലുള്ള ആത്മാക്കളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് പരിശുദ്ധാത്മാവാണ്, അതാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്കുണ്ടൊരാത്മാവ്, മനുഷ്യർക്കുണ്ടൊരാത്മാവ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. 42-ാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അവിടെ എൻ്റെ ആത്മാവ് എന്ന് സങ്കീർത്തനകാരൻ പറയുകയാണ്. മനുഷ്യനിൽ ഒരാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ഘടകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ, ഞാനും നിങ്ങളും. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റു സകലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് മറ്റൊന്നിനുമില്ലാത്ത ഒരു ഘടകമാണ് ആത്മാവ് എന്ന് പറയുന്നത്. ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു പ്രത്യേകമായ ഘടകം. അങ്ങനെ ഒരു ആത്മാവിനെ തന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആത്മാവ് എന്ന് മനുഷ്യരിലുള്ള ആത്മാവിനെ കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. ഇതുകൂടാതെ ദുരാത്മാക്കളെക്കുറിച്ചും ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവിനെക്കുറിച്ചും മനുഷ്യനുള്ള ആത്മാവിനെക്കുറിച്ചും ദുരാത്മാവിനെക്കുറിച്ചും പറയുവാൻ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവ് എന്ന് കാണുമ്പോൾ അതെല്ലാം ദൈവാത്മാവിനെക്കുറിച്ചാണ്, അതെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കരുത്. അത് നാം വേർതിരിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവാത്മാവിനെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആ പദം അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പഴയ നിയമത്തിൽ വളരെ ചുരുക്കമായിട്ടേ ആ പദം കാണുന്നുള്ളൂ. 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ആ പദം കാണുന്നുണ്ട്. ഞാനതൊന്ന് വേദപുസ്തകത്തിൽ എടുത്ത് വായിക്കട്ടെ. 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ എന്ന് ദാവീദ് പറയുന്ന ഒരു വാക്കാണ് നാം അവിടെ കാണുന്നത്. ആ വാക്ക് ദാവീദ് പറയാനുള്ള പശ്ചാത്തലമൊക്കെ 51-ാമത്തെ സങ്കീർത്തനം വായിച്ചാൽ നമുക്കറിയാം. അത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ദാവീദ് അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാക്കാണ്. അവിടെ ഈ വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഈ വാക്ക് നാം കാണുന്നത് യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ 2 പ്രാവശ്യം ഈ വാക്ക് നാം കാണുന്നുണ്ട്. ഞാൻ അതും ഒന്ന് വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ: എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ
സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? 2 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാപ്രവചനം 63 അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിലായി. ഇങ്ങനെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ഈ 2 ഭാഗങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്ന് ഞാൻ ഓർപ്പിച്ചു, സങ്കീർത്തനം 51:11 1 പ്രാവശ്യം. പിന്നീട് യെശയ്യാപ്രവചനം 63:10, 11 വാക്യങ്ങളിലായി 2 പ്രാവശ്യം. ഈ 2 ഭാഗങ്ങളിലായി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് തന്നെ അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 പ്രാവശ്യമേ പഴയ നിയമത്തിൽ കാണുന്നുള്ളൂ എന്ന് കരുതി പഴയ നിയമത്തിൽ ഇവിടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്ന് നാം ചിന്തിക്കരുത്. മറ്റു പല പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം തുടങ്ങിയ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് യഹോവയുടെ ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും യേശുവിൻ്റെ ആത്മാവെന്നും വിശുദ്ധിയുടെ ആത്മാവെന്നും സത്യത്തിൻ്റെ ആത്മാവെന്നും എന്ന് വേണ്ട കൃപയുടെ ആത്മാവേ, നിത്യാത്മാവേ, മഹത്വത്തിൻ്റെ ആത്മാവേ, ഇങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിന് പേര് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറെ ചില പേരുകളും അഥവാ കാര്യസ്ഥൻ എന്നുള്ള ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പേരുകൾ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പേരുകളൊക്കെ എന്തൊക്കെയാണെന്നും അത് എവിടെയൊക്കെയാണ് കാണുന്നത് എന്നും ഈ വിഷയത്തിന്റെ വിശദമായ പഠനം നാം മുൻപോട്ട് വരുമ്പോൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ അതെടുത്ത് വേദഭാഗം സഹിതം ഞാൻ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം ഇത്രയും മാത്രം പ്രാരംഭമായിട്ട് നാം ഒന്ന് മനസ്സിലാക്കുക. ആത്മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. എന്നാൽ ആത്മാവ് എന്നും മറ്റ് പല പേരുകളും പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി. ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഈ പേരുകളൊക്കെ നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകിൽ ഈ പേര് പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അല്ലെങ്കിൽ പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അതുമല്ലെങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതുമായ പേരുകളാണ്. ഇങ്ങനെയുള്ള പേരുകളാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തോട് അഥവാ പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിലും പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള പേരുകളുണ്ട്. മനുഷ്യരോടുള്ള ഇടപാടുകളോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുള്ള പേരുകളുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടുള്ള പേരുകളിലൂടെ ഈ 3 ബന്ധങ്ങളെയും നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം ആ നിലയിൽ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത പേരുകളിലൂടെയും പല ബന്ധങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ സവിശേഷതകളും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണ്, വേദപുസ്തകത്തിലെ ഒരു സവിശേഷതയാണ്. ഇനി നാം ഈ വിഷയം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഒരൊറ്റ പഠനമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തതകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ വൈവിധ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസിക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് വ്യത്യസ്തമായ നിലകളിൽ ഒന്നും വേർതിരിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഒരു വലിയ പരാജയം ഈ വിഷയ പഠനത്തിൽ പൊതുവെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില അധ്യായങ്ങൾ തന്നെയുണ്ട്. ഞാനത് പ്രാരംഭത്തിൽ ഇങ്ങനെയൊന്ന് പറയട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അത് വേദപുസ്തകം തെളിയിക്കുന്നുണ്ട്. വിശദമായിട്ട് നാം പഠിക്കണം. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതും വ്യക്തമായി ഈ തിരുവെഴുത്തിലൂടെ നാം പഠിക്കണം. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള പല പേരുകളുണ്ട്, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും സ്വഭാവത്തെയും വെളിപ്പെടുത്തുവാൻ ചില സാദൃശ്യങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നാലെ നമ്മളത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതും വിശദമായിട്ട് പഠിക്കണം. പിന്നെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ മുദ്ര, എങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് കിട്ടുന്നത്, പ്രാപിക്കുന്നത്, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിലൂടെ
നമുക്ക് നൽകപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വരങ്ങൾ, കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധാത്മാവ് പാപിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ എങ്ങനെ പ്രവർത്തിച്ചു, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഇങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യത്യസ്ത അധ്യായങ്ങളായി നാം പഠിക്കുമ്പോഴാണ് പൂർണ്ണമായ ഒരു പഠനം നമുക്ക് ലഭ്യമായി തീരുന്നത്. അങ്ങനെ വ്യക്തമായും വിശദമായും പഠിക്കുന്നതിലൂടെയാണ്, ആ പഠനത്തിലെ മറ്റൊരു അധ്യായം തന്നെയാണ് നാം എങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കണമെന്നുള്ളത്. അതും നമുക്ക് ശരിയായ നിലയിൽ പ്രതികരിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആ നിലകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യത്യസ്ത അധ്യായങ്ങളായി വേദപുസ്തകം ആ നിലകളിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുന്നുവെങ്കിൽ ശരിയായ ഒരു ധാരണ ഈ വിഷയ സംബന്ധമായിട്ട് നമുക്ക് ലഭിക്കും. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ അതാണ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ നിലയിൽ വേദപുസ്തകത്തിലൂടെ ശരിയായ ഒരു ധാരണ ഈ പുസ്തകത്തെക്കുറിച്ച് ലഭിക്കണം, ഈ പുസ്തകത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ലഭിക്കണം. അതാണ് ഞങ്ങളുടെയും അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാൻ ഓർപ്പിച്ചല്ലോ, വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ശരിയായ നിലയിൽ ഈ വിഷയം പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഇതിൻ്റെ ഓരോ വിഷയങ്ങളിലേക്കും നാം പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം പഠിക്കുകയും വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് ഇനിയും പ്രവേശിക്കാം. ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യ നൂറ്റാണ്ട് മുതലേ വ്യത്യസ്തങ്ങളായ ധാരണകളുണ്ട്. ആദ്യകാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ വേദപണ്ഡിതന്മാർ വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളെ വികലമായ നിലയിൽ പഠിപ്പിച്ചിട്ടുള്ള ദുരുപദേഷ്ടാക്കന്മാർ ഒക്കെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിലേക്കോ അതിനെതിരെ നടന്ന പ്രത്യേകമായ സമ്മേളനങ്ങൾ, അവിടെ രൂപം കൊണ്ട ഉപദേശ സംഹിത, അതിൻ്റെ ചരിത്രപരമായ വശങ്ങളിലേക്കൊന്നും ഈ പഠനത്തിലൂടെ പ്രവേശിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, അതത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായ പ്രേരിപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ വേദപുസ്തകത്തിലൂടെ ഉപദേശപരമായ സത്യങ്ങൾ രൂപപ്പെടുത്തി ദൈവജനത്തിന്റെ മധ്യേ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്നും ആത്മാവിന്റെ പ്രകാശനത്താൽ തിരുവഴുത്തിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കുവാനും ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇതിലൂടെ ലഭിച്ച വെളിച്ചത്തിന്റെ അനുസരിച്ച് പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ കോർത്തിണക്കി വിശുദ്ധ തിരുവഴുത്ത് അടിസ്ഥാനമാക്കി നാം തുടർന്ന് പഠിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കേവലം ഒരു ശക്തിയാണ്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആത്മാവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സെർട്ടഡ് എനർജി ഫ്രം ദ വെരി ഗോഡ്. ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു ശക്തിയുടെ പ്രവാഹം, ദൈവം പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ശക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയ എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ശക്തി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം ഇല്ലാത്ത പലതുണ്ട്. ഇലക്ട്രിസിറ്റി, അതിന് ശക്തിയുണ്ട്. ശക്തമായ കാറ്റടിക്കും, അതിന് ശക്തിയുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഒരു വ്യക്തിത്വമുള്ളവയല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനൊന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്തോ ഒരു സാധനമാണ്. ഇങ്ങനെയൊക്കെ ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിലൂടെ എനിക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പം മേശ, കസേര, എൻ്റെ കയ്യിലൊരു പേനയിരിക്കുന്നു, ഇതൊക്കെ ചില വസ്തുക്കളാണ്, ചില സാധനങ്ങളാണ്. ഇതുപോലെ എന്തോ ഒരു സാധനമാണ് ആത്മാവ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ സാധനങ്ങൾക്കൊന്നും തന്നെ വ്യക്തിത്വങ്ങളില്ല, നമുക്കറിയാം. ഇതുപോലൊരു സാധനമല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയോ കേവലം ഒരു വസ്തുവോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, ത്രിയേക ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ആ ത്രിയേക ദൈവത്വത്തിൽ പിതാവ് എങ്ങനെ ഒരു വ്യക്തിയായിരിക്കുന്നു, പുത്രൻ എങ്ങനെ ഒരു വ്യക്തിയായിരിക്കുന്നു, അതുപോലെ തന്നെ ഒട്ടും കുറയാതെ വ്യക്തിത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിത് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഓർപ്പിച്ചു, ഈ വിഷയത്തിന്റെ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് നോക്കുവാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം, എന്താ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ പേഴ്സണാലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഒരു പക്ഷേ നാം ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയായ അർത്ഥത്തിലായിരിക്കത്തില്ല. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ധാരണ എന്താ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയും, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്? നാം അത് പറയുന്നത് ആ വ്യക്തിയുടെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ടാണ്. കാണാൻ കൊള്ളാം, ആരും ഒന്നുകൂടെ ഒന്ന് നോക്കും, നല്ല കളറാണ്, നല്ല ശരീര സൗന്ദര്യമുണ്ട്, നമ്മൾ പറയും നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അതല്ല പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വികലമായ ഒരു ധാരണയാണ്. പേഴ്സണാലിറ്റി അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ബാഹ്യ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ കാഴ്ചയ്ക്ക് ലഭിക്കുന്ന രസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പേഴ്സണാലിറ്റി നിർവചിച്ചിട്ടുള്ളത്. വേറൊരളവിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറയട്ടെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മഹാത്മജി എന്ന് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നല്ല വെളുത്ത സുമുഖനായ ഒരു മനുഷ്യൻ, കാഴ്ചയിൽ തന്നെ ആരും ഒന്നുകൂടെ നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല എന്നുള്ളത് ഞാനും നിങ്ങളും തലകുലുക്കി സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത്? അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പേഴ്സണാലിറ്റി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായി ഒരു 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഘടകങ്ങളെ ഞാൻ ഇങ്ങനെ പറയട്ടെ: 1 ബുദ്ധിശക്തി, 2 വികാരങ്ങൾ, 3 ഇച്ഛാശക്തി. ഈ 3ഉം ഉള്ളതിനെയാണ് ഒരു വ്യക്തി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ഞാനതൊന്നുകൂടെ ഇങ്ങനെ പറയട്ടെ: ഇൻ്റലിജൻസ്, വിസ്ഡം അഥവാ ബുദ്ധിശക്തി, 2 വികാരങ്ങൾ, വികാരം പുറപ്പെടുവിക്കാൻ, വികാരം വെളിപ്പെടുത്തുവാൻ കഴിയുക, അതിന് നമുക്ക് സെൻസിബിലിറ്റി അഥവാ ഇമോഷൻ എന്ന് പറയാം. 3ാമത്തേത് ഇച്ഛാശക്തിയാണ്, വിൽ പവർ, സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം തീരുമാനങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയുക. ഈ 3 ഘടകങ്ങളും കൂടെ ചേർന്നത് എന്തോ അതിന് ഒരു വ്യക്തിത്വമുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ഇലക്ട്രിസിറ്റി, കാറ്റ്, ഇതിനൊക്കെ ശക്തിയുണ്ട്. പക്ഷേ ഈ പറയുന്ന 3 കാര്യങ്ങൾ ഇതിനൊന്നുമില്ല. അതിനൊന്നും തന്നെ ബുദ്ധിശക്തിയില്ല. എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സ്വന്തം ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ അതിന് കഴിയുന്നില്ല. അതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കണം, അതിനെ നിയന്ത്രിക്കണം. നല്ല ചൂട് പിടിച്ച് ഉഷ്ണമായിട്ടിരിക്കുന്ന ഒരു മുറിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് അറിയത്തില്ല നമുക്കിപ്പം കാറ്റ് തരണമെന്ന്. ആ ഫാൻ അവിടെ കറങ്ങി അതിലൂടെ നമുക്ക് കാറ്റ് ലഭിക്കണമെന്ന് ഇലക്ട്രിസിറ്റിക്ക് അറിയത്തില്ല. പിന്നെ ആരെങ്കിലും എഴുന്നേറ്റ് അവിടെ ഒരു സ്വിച്ച് കാണും, ആ സ്വിച്ച് അമർത്തുമ്പോൾ അത് ഓണാക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കുന്നു, നമുക്ക് കാറ്റ് ലഭിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ അത് ഓഫ് ചെയ്യാനും അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി പ്രവർത്തിച്ചെങ്കിലേ ഇലക്ട്രിസിറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കാറ്റ്, അതിനിഷ്ടമനുസരിച്ചൊന്നും അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതിന് വ്യക്തിത്വമില്ല. വികാരമുണ്ടോ? വികാരമില്ല. ഈ പറയുന്നതിനൊന്നും വികാരം എന്ന് പറയാൻ നമുക്കറിയാം. സ്നേഹം, ദുഃഖം, ദേഷ്യം, ഇങ്ങനെ പല പല വികാരങ്ങൾ മനുഷ്യനിലുണ്ട്. നമുക്കൊക്കെയുള്ള പ്രത്യേകത അതൊക്കെ സന്ദർഭം അനുസരിച്ച് അനുഭവിക്കുന്നവരും വെളിപ്പെടുത്തുന്നവരുമാണ് നാം.
സന്തോഷമുള്ള വിഷയങ്ങൾ വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ മുഖം ആ വികാരം വെളിപ്പെടുത്തും. നമ്മുടെ വാക്കുകളിലൂടെ അത് പുറത്തു വരും. വേദനിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ദുഃഖിക്കാനായിട്ട് കഴിയും. മറ്റുള്ളവർ നമ്മെ അടിച്ചാൽ, ഉപദ്രവിച്ചാൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള വികാരങ്ങൾ അനുഭവിക്കുന്നവരും അത് വെളിപ്പെടുത്തുന്നവരുമാണ് ഞാനും നിങ്ങളും. എന്നാൽ ഇലക്ട്രിസിറ്റിക്കോ കാറ്റിനോ ഇതുപോലുള്ള പേനയുൾപ്പെടെയുള്ള മേശയുൾപ്പെടെയുള്ള വസ്തുക്കൾക്കോ ഈ പറയപ്പെടുന്ന വികാരങ്ങളൊന്നും തന്നെ ഇല്ല. ഇമോഷൻസ് ഇല്ല. അതിനൊന്നും ഈ നിലയിലുള്ള വികാരങ്ങൾ ഉൾക്കൊള്ളുവാനോ പ്രകടിപ്പിക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് അവയ്ക്കൊന്നും തന്നെ വ്യക്തിത്വങ്ങളും ഇല്ല, ഇച്ഛാശക്തിയുമില്ല. ഞാൻ ഓർപ്പിച്ചു മുമ്പേ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഈ 3 ഘടകങ്ങളും കൂടി ചേർന്ന് ഒന്നിൽ എന്തുമായിക്കോട്ടെ അതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് വ്യക്തി എന്ന് പറയുവാനായിട്ട് കഴിയും. ഇത് 3 കൂടെ നമ്മിൽ ഇത് 3 ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നത്. ഈ 3 കൂടെ ചേർന്ന് എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിന് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുവാൻ കഴിയും. അതാണ് പേഴ്സണാലിറ്റിയുടെ, വ്യക്തിത്വത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം, പരിശുദ്ധാത്മാവിന് ഇത് 3 ഉണ്ടോ? ഇത് 3 ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇത് 3 ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലരൊക്കെ പറയുന്ന പോലെ കേവലം ഒരു ശക്തിയായിരിക്കാം, അല്ല കേവലം ഒരു വസ്തുവായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിലൂടെ ഈ 3 സ്വഭാവ സവിശേഷതകൾ, വ്യക്തിത്വത്തിന് ആവശ്യമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തെളിയിക്കുന്ന ചില വേദവാക്യങ്ങൾ തന്നെയുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ആ ബന്ധത്തിലൊന്ന് വായിക്കട്ടെ. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ അല്പം വെളിച്ചം തരുന്ന ഒരു വേദഭാഗമാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ആത്മാവിന് അന്വേഷിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. ആത്മാവിന് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള കഴിവുണ്ട് എന്നവിടെ പറയുന്നു. അവിടെ പറയുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? സകലത്തെയും എന്ന പ്രയോഗത്തിലൂടെ നമുക്കൊരു ആശയം ലഭിക്കുന്നു. ആത്മാവ് സകലവും അറിയുന്നവനാണ്. അറിയാം, സകലവും അറിയുന്നവനാണ്. അവന് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അടുത്ത് ശ്രദ്ധിച്ചോണം, എഫേസ്യർ 1:17, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ബുദ്ധിശക്തിയുടെ ആത്മാവ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഇന്റലിജൻസ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വേദവാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവ സവിശേഷത നാം കണ്ടത്, പരിശുദ്ധാത്മാവിന് അറിവുണ്ട്, പരിശുദ്ധാത്മാവിന് ആഴങ്ങളിലേക്ക് പ്രവേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ്, ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? പരിശുദ്ധാത്മാവിന് ബുദ്ധിശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് വിസ്ഡമുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. അത് പേഴ്സണാലിറ്റിയുടെ ഒരു ലക്ഷണമാണ്. ഇത് പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 2 വേദഭാഗങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ കാണുന്നത് മുഴുവൻ വായിച്ചു നോക്കിയാൽ ഇത് സത്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, അത് പരിശുദ്ധാത്മാവിന് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവിന് ബുദ്ധിശക്തിയുണ്ട്, വികാരവുമുണ്ട്. ഒരു വാക്യം മാത്രം ഞാനൊന്ന് വായിക്കട്ടെ. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. അവിടെ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രതികരണം എങ്ങനെയാണ് എന്ന് പറയുകയാണ്. അത് പറയുമ്പോൾ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മുൻപ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് പറഞ്ഞിട്ടുള്ള യെശയ്യാ പ്രവചനത്തിലെ ഒരു വേദവാക്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെയും ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ വല്ലതും പറഞ്ഞാൽ അതിന് ദുഃഖം തോന്നും.
പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഈ വികാരം അനുഭവിക്കാനുള്ള കഴിവുണ്ട്. പരിശുദ്ധാത്മാവിന് ഈ വികാരം, ദുഃഖം എന്ന വികാരം അനുഭവിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നിടത്തൂടെ വികാരങ്ങൾ ഉൾക്കൊള്ളുവാനും വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന് കഴിവുണ്ട് എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ നിലകളിൽ വികാരം അത് പരിശുദ്ധാത്മാവിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിൽ പവർ അഥവാ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എങ്കിൽ എനിക്ക് വിൽ പവർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് കഴിവൊന്നുമില്ല, എന്നെ പൂർണ്ണമായിട്ട് മറ്റൊരാൾ നിയന്ത്രിക്കുക, ആ ആളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ എനിക്ക് നീങ്ങാൻ കഴിയത്തുള്ളൂ, ചിന്തിക്കാൻ കഴിയത്തുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, സംസാരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വന്നാൽ ഞാൻ ഇച്ഛാശക്തിയുള്ളയാളല്ല, വിൽ പവർ ഉള്ളയാളല്ല. നമുക്കറിയാം, നമുക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു വിൽ പവർ ഉണ്ട്. ഓരോരുത്തർക്കും ഒരു പക്ഷേ വ്യത്യസ്തമായ അളവിലായിരിക്കാം ഇച്ഛാശക്തിയുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്താൻ, അതിനോട് പ്രതികരിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, അവ നടപ്പിലാക്കുവാൻ, ചിലത് വേണ്ടെന്ന് വെക്കുവാൻ ഒക്കെയുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ മുൻപേ പറഞ്ഞല്ലോ, കേവലം ചില ശക്തികളായ ഇലക്ട്രിസിറ്റി, വായു, ഇവയ്ക്ക് അങ്ങനെയുള്ള കഴിവൊന്നുമില്ല, ഇച്ഛാശക്തിയൊന്നുമില്ല. അവയൊക്കെ മറ്റുള്ളവരുടെ പ്രവർത്തനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. അവയ്ക്കൊന്നും തന്നെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തി ഉണ്ട് എന്ന് വേദപുസ്തകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ എഴുതിയ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുക. കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നാലെ അല്പം വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ആ ആശയം, ഇവിടെ വേണ്ട ആശയം മാത്രം ഞാൻ അവിടെ നിന്ന് ഒന്ന് എടുക്കുകയാണ്. ആത്മാവ് എന്താ ചെയ്യുന്നത്? ഓരോരുത്തന് കൃപാവരം പകുത്തു കൊടുക്കുന്നു. ദൈവസഭയിൽ വരങ്ങൾ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ വരങ്ങളുണ്ട്. ഓരോരുത്തർക്കും വരം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വരം കിട്ടാത്ത ആരും തന്നെ ഇല്ല. എന്നാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്? അവിടെ പറയുകയാണ്, ആത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ പകുത്തു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താൻ ഇച്ഛിക്കും പോലെ. ഈ വരങ്ങളെ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പങ്കും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അത് കൃപാവരങ്ങൾ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിശദമായി സൂചിപ്പിക്കാം. എന്നാൽ ഈ വാക്യം പറയുന്നു, ആത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ പകുത്തു കൊടുക്കുന്നു. അപ്പം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട്. ഹോളി സ്പിരിറ്റ് ഹാസ് ദ വിൽ പവർ. പരിശുദ്ധാത്മാവിന് വിൽ പവർ ഉണ്ട്. പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ ഓർപ്പിച്ചു, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 ഘടകങ്ങൾ ഉള്ളതിനെ ആണ് വ്യക്തി എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 3 ഘടകങ്ങൾ ഏതൊക്കെയാ? ബുദ്ധിശക്തി, വികാരം, മൂന്നാമത്തേത് ഇച്ഛാശക്തി. ഇത് 3ഉം കൂടെ ചേർന്ന് എവിടെയും കണ്ടാൽ അതിന് വ്യക്തിത്വമുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, എൻ്റെ മുൻപിലിരിക്കുന്ന മേശ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പേന, ഇതൊക്കെ കേവലം ചില വസ്തുക്കളാണ്, ചില സാധനങ്ങളാണ്. ഇവയ്ക്കൊന്നും തന്നെ ഈ 3 ഘടകങ്ങളും ഇല്ല. എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയില്ല, ഇതിനൊന്നും വികാരങ്ങളില്ല. മേശപ്പുറത്ത് നാം ശക്തമായിട്ടൊന്ന് അടിച്ചാൽ അതിന് വേദന എടുക്കത്തില്ല. അതനുസരിച്ച് വേദനയോടെ, ദുഃഖത്തോടെ പ്രതികരിക്കുന്നില്ല. ആ നിലയിലുള്ള വികാരം അതിനില്ല, അത് പ്രകടിപ്പിക്കുവാനും കഴിയുന്നില്ല. എന്നാൽ അതിനെ ശക്തമായിട്ട് അടിക്കുമ്പോൾ നമ്മുടെ കൈക്ക് വേദന എടുക്കും. നമുക്ക് ആ വികാരം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ട്. ഈ വസ്തുക്കൾക്ക് അതില്ല. എന്തുകൊണ്ട്? എനിക്ക് ആ വികാരം ഉണ്ട്, ഞാനൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ വസ്തുക്കൾക്കൊന്നും, ഈ ശക്തികൾക്കൊന്നും തന്നെ ഇച്ഛാശക്തിയുമില്ല. ഇത് 3ഉം പരിശുദ്ധാത്മാവിനുണ്ട്.
അതുകൊണ്ട് ഈ പുസ്തക പഠനത്തിൽ വ്യക്തമായിട്ട് തെളിയിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് കേവലം ഒരു വസ്തുവല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് പൂർണ്ണ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഹോളി സ്പിരിറ്റ് ഹാസ് ദ പേഴ്സണാലിറ്റി. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് കേവലം ദൈവത്തിങ്കിൽ നിന്ന് ബഹിർഗമിക്കുന്ന ശക്തി മാത്രമാണ് എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കണം. വേദപുസ്തകത്തിലെ വേദഭാഗങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഇത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തെളിയിക്കുന്ന മറ്റും അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പലവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാനായിട്ട് കഴിയും. ചിലത് മാത്രം ഇങ്ങനെ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നുണ്ട്, എപ്പോഴും വാദിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ആത്മാവിന് വാദിക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ വിശദമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 15:26 പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു എന്ന് പറയുന്നുണ്ട്. 16:8 പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്. 16:13 വഴി നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ അതേ വാക്യത്തിൽ തന്നെ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയും പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു, വിലക്കുന്നു എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ നിലകളിൽ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ശക്തി തരുന്നതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അനേക വേദവാക്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇത് തെളിയിക്കുന്ന വേദവാക്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ വാക്യഭാഗങ്ങൾ ആ ഒരു കാര്യം തെളിയിക്കാൻ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. പിന്നീട് പരിശോധിച്ച് നോക്കുക. ഈ പ്രവൃത്തികളൊക്കെ തന്നെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നു എന്നാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഞാൻ മുൻപേ കാണിക്കുകയുണ്ടായി. അവിടെയും സംസാരിക്കുന്നതായി ആത്മാവിനെ കുറിച്ച് പറയുന്നതായി ആത്മാവിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നു, ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു, ഒരിടത്തോട്ട് ഒരാൾ പോകുമ്പോൾ വിലക്കുന്നു, അവർക്ക് വേണ്ടി അവരെ ലീഡ് ചെയ്യുന്നു, അവരെ ഒരു ദൗത്യത്തിന് വേണ്ടി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ വിശദമായി വേദപുസ്തകത്തിൽ ഉള്ളതിലൂടെ ആ പ്രവൃത്തികളൊക്കെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. ഇതും പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്ന ശക്തമായ ഒരു തെളിവ് തന്നെയാണ്. ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നാം ആ പേഴ്സണാലിറ്റിയുടെ സ്വഭാവ സവിശേഷതകളിലൂടെ, അട്രിബ്യൂട്ട്സ് ഓഫ് ദ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിലൂടെ അത് പരിശുദ്ധാത്മാവിനുണ്ട്, അല്ലെങ്കിൽ അവ പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് നാം കാണുകയുണ്ടായി. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളിലൂടെയും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നാം കാണുകയുണ്ടായി. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവൂടെ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തിക്ക് വേദപുസ്തകത്തിൽ ചില സർവനാമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചില സർവനാമങ്ങളല്ല, സർവനാമം ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മളെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഉപയോഗിക്കുന്ന സർവനാമങ്ങളും ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സർവനാമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഈ പേനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണ് എന്നിരിക്കട്ടെ. ഈ പേന എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇത് എടുത്തു പറയണമെങ്കിൽ, ഇത് പേനയെക്കുറിച്ച് പറയുമ്പോൾ ഈ പേന എൻ്റേതാണ്, ഇത് ഞാൻ വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേനയാണ്, ഇത് ഞാൻ മറ്റാർക്കും തരില്ല എന്നൊക്കെ നമ്മൾ പല വാചകങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് പറയാം. ആവർത്തിച്ച് അല്ലെങ്കിൽ
കൂടെ പല ആശയങ്ങൾ, പല വാചകങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പേനയെന്ന് ആദ്യം ഉപയോഗിച്ചിട്ട് പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് എന്ന പദമാണ്. അതിനെ സർവനാമം എന്ന് പറയും. വ്യാകരണ നിയമപ്രകാരം പ്രൊനൗൺ അഥവാ സർവനാമം എന്നാണ് അതിനെ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചില സർവനാമങ്ങൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സർവനാമം ഉപയോഗിച്ചിരിക്കുന്നതിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പേനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമം ഏതാ? അത് അല്ലെങ്കിൽ ഇത്. അല്ലെങ്കിൽ വേറൊരു നിലയിൽ പറഞ്ഞാൽ ന്യൂട്ടർ ജെൻഡർ, നപുംസകലിംഗം, ആണും പെണ്ണുമല്ലാത്തത്, വ്യക്തിത്വമില്ലാത്തത് എന്ന ഒരാശയം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. വസ്തുക്കളെക്കുറിച്ചോ കേവലം ശക്തികളെക്കുറിച്ചോ ഒക്കെ നമ്മൾ പറയുമ്പോഴും ഉപയോഗിക്കുന്ന സർവനാമം ന്യൂട്ടർ ജെൻഡറിലുള്ള ഒരു സർവനാമമാണ്. ഇത്, അത്, ഇവ, അവ എന്നൊക്കെയുള്ള സർവനാമങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. എന്നാൽ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോഴോ, എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുമ്പോഴോ ഉപയോഗിക്കുന്ന സർവനാമം അല്പം വ്യത്യസ്തമാണ്. ഇതെന്നോ അതെന്നോ അല്ല നമ്മളെക്കുറിച്ച് പറയുന്നത്. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ ഇവൾ, അല്ലെ അവൻ, അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന സർവനാമം. നമ്മൾ മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ആ ആളുടെ പേര് പറയും. പിന്നീട് ആവർത്തിച്ച് പല കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അവൻ, അവൾ എന്നുള്ള പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ആ സർവനാമത്തിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, പേഴ്സണൽ പ്രൊനൗൺ ആണ് ഉപയോഗിക്കുന്നത്. ന്യൂട്ടർ ജെൻഡറിലുള്ള ഒരു പ്രൊനൗൺ അല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് പേഴ്സണൽ പ്രൊനൗൺ ആണ് എന്ന് തന്നെയുമല്ല. അവിടെ ഉപയോഗിക്കുന്ന പ്രൊനൗൺ മാസ്കുലിൻ പേഴ്സണൽ പ്രൊനൗൺ ആണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതും ഒരു കാര്യം തെളിയിക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. വ്യക്തിക്ക് ഉപയോഗിക്കുന്ന സർവനാമം, പരിശുദ്ധാത്മാവിന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സർവനാമം അത് ഞാൻ പറഞ്ഞു, അത് മാസ്കുലിൻ പേഴ്സണൽ പ്രൊനൗൺ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊനൗൺ അതാ സർവനാമം എന്ന് പറയുന്നത് അത് വ്യക്തികൾക്ക് ഉപയോഗിക്കുന്ന സർവനാമമാണ്. അതുമാത്രമല്ല പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത് മാസ്കുലിൻ പുല്ലിംഗ പദത്തിലുള്ള സർവനാമവുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. 2-3 വേദവാക്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം വേദപുസ്തകത്തിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശദമായ അനേക കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ, അവിടെ 17-ാം വാക്യം ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞിരിക്കുക. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. എന്നിട്ട് പറയുക, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവിടെ അതിനെന്ന് പറഞ്ഞിരിക്കുന്ന ലോകത്തിന്. ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് എന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴോ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം ഏതാണ്? അവനെ, അവൻ എന്ന സർവനാമമാണ് പരിശുദ്ധാത്മാവിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് തന്നെയല്ല, മുൻപോട്ട് വരുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങളിൽ അവിടെയും അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഗുണമാണ്. പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പിന്നെയുണ്ട് മുൻപോട്ട് വരുമ്പോൾ 13, 14 വാക്യങ്ങൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. പിന്നെ 14-ാം വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്കറിയിച്ചു തരും. ഇങ്ങനെ അവൻ 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 എന്ന് അനേക പ്രാവശ്യം ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. തൊട്ടു മുമ്പിൽ ഇടയ്ക്ക് 14, 16 അധ്യായങ്ങളിലെ ചില വാക്യങ്ങളാണ് ഞാൻ എടുത്തത്. 15-ാം അധ്യായത്തിലും അങ്ങനെ തന്നെയുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ എല്ലാം ആവർത്തിച്ച്
അവൻ എന്ന പദമാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത് സർവനാമമായിട്ട്. പ്രിയപ്പെട്ടവരെ, അതും പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ തെളിവ് തന്നെയാണ്. ഇങ്ങനെ പ്രബലമായ തെളിവുകളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കേവലം ഒരു വസ്തുവല്ല, കേവലം ഒരു ശക്തിയല്ല, ഏറ്റവും ശക്തിയുള്ളത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല. നമുക്കറിയാമല്ലോ, അത്യുന്നതന്റെ ശക്തി എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേവലം ഒരു ശക്തിയല്ല. അതാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും അറിയാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞു പോകുമായിരിക്കാം. അറിയാതെ ഞാനും നിങ്ങളും അങ്ങനെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള സർവനാമം വ്യക്തികൾക്ക് ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ തന്നെയാണ്. അതും മാസ്കുലിൻ പേഴ്സണൽ പ്രൊനൗണാണ്. പുല്ലിംഗ പദം വ്യക്തികൾക്ക് ഉപയോഗിക്കുന്ന സർവനാമം തന്നെയാണ്. അവൻ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തെളിവാണ്. ആ നിലകളിൽ വേദപുസ്തകത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഇതുമാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിന്നെയും ദൈവത്വം ഉൾപ്പെടെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് മുൻപോട്ട് പഠിക്കുവാനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇത് ഒരു വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് ഒരു പ്രത്യേക വിഷയം മാത്രമാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. പിന്നീട് അതിൻ്റെ 1-ാമത്തെ അധ്യായം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെയും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഏതൊക്കെ നിലകളിൽ അത് തെളിയിക്കപ്പെട്ടു? ഒന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിച്ചിട്ടുള്ള വിവിധ ഭാഗങ്ങളിലൂടെ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള 3 പ്രത്യേക ഘടകങ്ങൾ: ബുദ്ധിശക്തി, വികാരങ്ങൾ, ഇച്ഛാശക്തി. ഇത് 3 പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 2, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം, അതും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്നു. ആ നിലയിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, കേവലം ഒരു വസ്തുവല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.